വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബീട്രൂട്ടിനെ കുറിച്ചുള്ള ഗുണങ്ങളാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടത്തിൽ എല്ലാവരും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബീട്രൂട്ടിന്റെ ഗുണങ്ങളെ കുറിച്ചാണ്. ബീട്രൂട്ടിന് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് നമ്മളെ ബീട്രൂട്ട് സഹായിക്കും. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ബീട്രൂട്ട് നമ്മളെ സഹായിക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ ഇത് വളരെ പ്രയോജനകരമായ ഒരു വെജിറ്റബിൾ ആണ് നമ്മുടെ ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത്. ബീട്രൂട്ടിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റ്, ഫോളേറ്റ്, ഇരുമ്പ്, ഇവയെല്ലാം ഈ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റമിൻസ് ആണ് നമ്മുടെ ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിന് വളരെയേറെ ഊർജം നൽകുന്നുണ്ട് ബീട്രൂട്ട് എന്ന ഈ വെജിറ്റബിൾ കേട്ടോ. ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും നമ്മളെ ഇത് സഹായിക്കും. തന്നെയുമല്ല, ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഈ നൈട്രേറ്റുകൾ നമ്മുടെ ശരീരത്തിലെ രക്തഓട്ടം വർദ്ധിപ്പിക്കുകയും നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ഉള്ളത്? നമുക്ക് അറ്റാക്കുകൾ വരാനുള്ള സാധ്യത ഇത് മൂലം നമുക്ക് കുറയുന്നു കേട്ടോ. അതാണ് ഈ നൈട്രേറ്റുകൾ നമ്മുടെ ഈ ബീട്രൂട്ടിൽ ഉള്ളത് കൊണ്ട് നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. കൂടാതെ ഇതില് വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡേറ്റുകളൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രതിരോധ ശേഷി നൽകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തെ പലവിധമാകുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാൻ ഈ ബീട്രൂട്ട് നമ്മളെ വളരെയേറെ സഹായിക്കും. ഈ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം ഭംഗിയായിട്ട് നടക്കുകയും നമുക്ക് ഓർമ്മശക്തി കൂട്ടി കിട്ടുന്നതിന് ഈ ബീട്രൂട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങളെ ഇത് സംരക്ഷിക്കുന്നു. ഇത് കഴിക്കുന്നത് മൂലം നമ്മുടെ ക്ഷീണം കുറയ്ക്കും കേട്ടോ. അതുമൂലം നമ്മുടെ പേശികളൊക്കെ എന്ത് ചെയ്യും? നല്ലതായിട്ട് ബലമുള്ളതായി നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് ചിലർക്ക് രാവിലെയൊക്കെ എഴുന്നേൽക്കും ഭയങ്കര ക്ഷീണമായിട്ട് തോന്നും കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ബീട്രൂട്ട് രാവിലെ ഒരു ബീട്രൂട്ട് എടുത്താൽ അതിന്റെ ഹാഫ് മുറിച്ചിട്ട് അതൊന്ന് മിക്സിയിലിട്ട് ചെറുതാക്കി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് അതിന്റെ ജ്യൂസ് ഒരു ദിവസം രാവിലെ കുടിച്ചു നോക്കൂ. നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. എന്താന്ന് ചോദിച്ചാൽ അത് നമുക്ക് വളരെയേറെ എനർജി തരും. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ വരെ ബീട്രൂട്ടിന് ശക്തിയായിട്ട് നിലനിർത്താൻ സഹായിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് അത് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തെ ക്ഷീണം അനുഭവപ്പെടത്തില്ല. അങ്ങനെ ഒരു ഗുണവും കൂടി നമ്മുടെ ഈ ബീട്രൂട്ടിനും ഉണ്ട്. ഇപ്പം നമ്മളെല്ലാം കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ഫാറ്റി ലിവർ എന്നുള്ള ഒരു പ്രശ്നം കേട്ടോ. അപ്പം ഈ ബീട്രൂട്ടിന് അതിന് നല്ലൊരു പങ്ക് നമ്മുടെ ഈ ബീട്രൂട്ട് വഹിക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് ജ്യൂസ് ആയിട്ട് അടിച്ചു കുടിക്കുന്നത് മൂലം നമ്മുടെ കരളിലുള്ള ഫാറ്റിനെ അത് കുറയ്ക്കുവാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫാറ്റി ലിവർ ആയിട്ടുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജ്യൂസായിട്ട് ബീട്രൂട്ട് അടിച്ച് വെറും വയറ്റിൽ രാവിലെ കുടിച്ചു നോക്കുക കേട്ടോ. നല്ല ഒരു വെജിറ്റബിൾ ആണ്. നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം തരുന്ന ഒരു വെജിറ്റബിൾ ആണ് നമ്മുടെ ഈ ബീട്രൂട്ട് കേട്ടോ. ശരീരഭാരമൊക്കെ കുറയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവർ ഒത്തിരി പേരുണ്ടല്ലേ. നമുക്ക് ഈ ഫാറ്റി ലിവർ ഒക്കെ കാരണമാണ് അമിതമായിട്ടുള്ള ഭാരം നമ്മുടെ ബോഡിക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് ഭാരം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് നല്ല പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഇതൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും കേട്ടോ. അപ്പം ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതൊന്ന് ഈ ജ്യൂസ് കുടിക്കുന്ന രാവിലെ ഒന്ന് പിന്തുടർന്ന് പൊക്കോളൂ. നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കും തീർച്ചയായിട്ടും. പിന്നെ ഏതൊരു കാര്യങ്ങളാണേലും അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. അപ്പം വൃക്കയില് കല്ലുകൾ ഉള്ളവരൊന്നും ധാരാളമായി ഇത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അമിതമായി ഉപയോഗിക്കരുത്. ഇത് മിതമായി മാത്രം വൃക്കയിൽ കല്ലുള്ളവരെ ഉപയോഗിക്കുക. കാരണം ഇതില് ഓക്സലേറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വൃക്കയിൽ കല്ലുള്ളവര് ഇത് അമിതമായി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്.
ബീട്രൂട്ടിനെ നമുക്ക് മണ്ണിനടിയിലുള്ള ഒരു ഗുണകരമായ ഫുഡെന്ന് തന്നെ നമുക്ക് ബീട്രൂട്ടിനെ പറയാൻ കഴിയും. എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഗുണങ്ങൾ അത് വളരെ ഗുണമുള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒന്നായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ഫുഡ് ആണ് എന്ന് തന്നെ നമുക്ക് ഈ ബീട്രൂട്ടിനെ പറയാൻ കഴിയും. തന്നെയുമല്ല, ബീട്രൂട്ട് നല്ല ഒരു ഫുഡ് എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ ഇടയിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് നമ്മുടെ ഈ ബീട്രൂട്ട്. ബീട്രൂട്ട് നമ്മൾ കറി വെച്ച് കഴിക്കാൻ നമുക്ക് ഇഷ്ടമാണ്, അച്ചാറിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്, തോരൻ വെച്ച് കഴിക്കാൻ ഇഷ്ടമാണ്, മെഴുക്കുവരട്ടി വെച്ച് കഴിക്കാൻ ഇഷ്ടമാണ്. നമ്മൾ പല തരത്തിൽ ഈ ബീട്രൂട്ടിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം ഈ ബീട്രൂട്ടിന്റെ ഗുണങ്ങള് അത് നിരന്തരം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കതിന്റെ ഗുണങ്ങളെല്ലാം നമ്മുടെ ശരീരത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ബീട്രൂട്ട് ഡെയിലി ഒരു ഗ്ലാസ് ജ്യൂസ് ആക്കി കുടിച്ചാല് നിങ്ങളുടെ ആരോഗ്യവും ദീർഘായുസ്സും നിങ്ങൾക്ക് നീട്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ ഇത് സത്യമാണ് കേട്ടോ. നമ്മളുടെ ബീട്രൂട്ട് ജ്യൂസ് ആയിട്ട് ഡെയിലി നമ്മുടെ ഒരു ദിനചര്യയായിട്ട് നമ്മൾ അത് ഉപയോഗിച്ചാൽ നമുക്ക് അത് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ള ആളുകളോട് നമ്മുടെ ഡോക്ടർമാര് പലപ്പോഴും നിർദ്ദേശിക്കുന്ന ഒന്നാണ് നിങ്ങൾ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുക, അല്ലെങ്കിൽ സൂപ്പ് പോലെ ആക്കി കുടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ ഉയർന്നു വരും എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ബീട്രൂട്ട് ഹീമോഗ്ലോബിനെ ഉയർത്തുന്നതിനും നല്ല ഒരു പങ്ക് നമ്മുടെ ഈ ബീട്രൂട്ട് വഹിക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ ഈ ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിലേറ്ററുകളായ ബീറ്റ ലൈനുകൾക്ക് ചില ക്യാൻസർ കോശങ്ങളോട് പ്രതിരോധിക്കുവാൻ കഴിയും കേട്ടോ. ഇതുവഴി നമുക്ക് ചില ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കാൻ ഇതിന് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ക്യാൻസർ ആയിട്ടുള്ള ആളുകൾക്കും ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു നമ്മുടെ ഫുഡ് എന്ന് അറിയപ്പെടുന്ന ഈ ബീട്രൂട്ട് നമ്മുടെ ജീവിത രീതിക്ക് അനുസരിച്ച് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും, നമ്മുടെ ക്ഷീണം അകറ്റും. അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും ഇത് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം നിങ്ങളൊക്കെയും ഇത് കഴിവതും ഇത് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. പല രീതിയിലായിട്ട് ജ്യൂസ് അല്ലെങ്കിൽ നമ്മളൊരു തോരൻ വെച്ചാണെങ്കിലും ഡെയിലി കഴിക്കാനായിട്ട് നോക്കുക. അത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയുവാനുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുപോലൊരു സബ്ജക്റ്റുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.